തൃശൂർ പൂരം പ്രദർശനം തടഞ്ഞു പോലീസ്. പൂര ദിവസവും സാമ്പിൾ വെടിക്കെട്ടിനും ഇരു ദേവസ്വങ്ങളും സംയുക്തമായി നടത്തുന്ന പ്രദർശനമാണ് തടഞ്ഞത്. പതിവില്ലാത്ത സംഭവമാണ് നടന്നതെന്നും നഷ്ടം 35 ലക്ഷം രൂപയിലധികമെന്നും പൂരം പ്രദർശന കമ്മിറ്റി സെക്രട്ടറി പറഞ്ഞു. സാമ്പിൾ വെടിക്കെട്ട് നടന്ന ദിവസം കൗണ്ടറിനുള്ളിൽ കയറി പോലീസ് അതിക്രമം കാണിച്ചെന്നും പ്രദർശന കമ്മിറ്റി സെക്രട്ടറി വ്യക്തമാക്കി. വിവരങ്ങളുമായി ചേരുകയാണ് എം മനോജ്. പോലീസിന്റെ ധാർഷ്ട്യം തുടരുക തന്നെയാണ്. എന്താണ് ഇത്തരത്തിൽ ഒരു പൂര പ്രദർശനം നിർത്തിവെക്കാനുണ്ടായ സാഹചര്യം? അതുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തമായ കാരണങ്ങൾ പോലീസ് വ്യക്തമാക്കുന്നുണ്ടോ? ദേവിക, പൂരത്തിന് മാത്രമല്ല പൂര പ്രദർശനത്തിലും ഇത്തരത്തിൽ പോലീസിന്റെ ഇടപെടലുണ്ടായി എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഈ സാമ്പിൾ വെടിക്കെട്ട് നടന്ന സമയത്തും അതുപോലെ തന്നെ ഈ പൂര ദിവസം അന്ന് ജനങ്ങളൊക്കെ നിരവധി പേരാണ് ഈ പ്രദർശനത്തിന് വേണ്ടി എത്തിയിരുന്നത്. സാധാരണയായി എല്ലാ ദിവസവും ഗ്രീൻ സോണിലുള്ള ഈ പ്രദർശന നഗരിയിലേക്ക് നിരവധി ജനങ്ങൾ വരും. എന്നാൽ പോലീസ് 2 ദിവസവും ഈ പ്രദർശന നഗരിക്കുള്ളിലേക്ക് പ്രവേശിച്ചുകൊണ്ട് ഈ ടിക്കറ്റ് കൗണ്ടർ ക്ലോസ് ചെയ്യണമെന്നും അതോടൊപ്പം തന്നെ ഈ കടകളൊക്കെ അടപ്പിക്കാൻ ശ്രമിച്ചു. ഇതിലൊക്കെ തന്നെ ഈ പ്രദർശന കമ്മിറ്റി അന്ന് ഇടപെട്ടിട്ടും പോലീസ് അതിലൊന്നും തന്നെ വഴങ്ങാൻ തയ്യാറായില്ല. കമ്മീഷണറുടെ ഉത്തരവുണ്ടെന്ന് പറഞ്ഞായിരുന്നു ഇത്തരത്തിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. ഇതിൽ തന്നെ 35 ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടമാണ് ഈ പ്രദർശന കമ്മിറ്റിക്ക് ഉണ്ടായിട്ടുള്ളത്. സാധാരണയായി ഈ പൂരം നടത്തിപ്പും അതോടൊപ്പം തന്നെ പോലീസിന്റെ ഈ കൺട്രോൾ റൂമും അതോടൊപ്പം തന്നെ മറ്റ് ബാരിക്കേഡ് ഉൾപ്പെടെയുള്ള ഈ ചിലവുകൾ വഹിക്കുന്നത് പൂരം കമ്മിറ്റിയാണ്. എന്നാൽ അതിലൊക്കെ തന്നെ പോലീസ് ഇങ്ങനെ ഒരു നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഒട്ടും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് പ്രദർശന കമ്മിറ്റിയും വ്യക്തമാക്കുന്നത്. എന്താണ് അന്ന് സംഭവിച്ചിട്ടുള്ളത്? അതായത് സാമ്പിൾ ദിവസം സാധാരണ ഞങ്ങൾക്ക് ഇവിടെ ക്ലോസ് ചെയ്യാറില്ല. അന്ന് വൈകുന്നേരം ഒരു 5:30 മണിക്ക് വന്നിട്ട് ഡ്യൂട്ടി പോലീസുകാർ വന്നിട്ട് ഞങ്ങളോട് ക്ലോസ് ചെയ്യാൻ പറഞ്ഞു. ക്ലോസ് ചെയ്യാൻ പറയല്ല, അവർ നേരിട്ട് ക്ലോസ് ചെയ്യിപ്പിച്ചു. ഞങ്ങൾ ഓൾറെഡി കളക്ടർ മിനിസ്റ്റർമാരെ ഞങ്ങൾക്ക് 11 മണി തുറക്കാൻ സാങ്ഷൻ തന്നിട്ടുണ്ടായിരുന്നു. എന്തോ അങ്ങനെ സംഭവിച്ചു, എന്തെന്നറിയില്ല. പിന്നെ പൂരം ദിവസവും ഇതേ പ്രോബ്ലം ഉണ്ടായി. പോലീസുകാർ വന്നിട്ട് ഞങ്ങളോട് വളരെ മോശമായി പെരുമാറി. അതൊക്കെയാണ് ഞങ്ങൾക്ക് പറയാം. ഞങ്ങൾ അതിനെ സംബന്ധിച്ച് ഞങ്ങൾ കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ബാക്കി സെക്രട്ടറി പറയും. പ്രസിഡന്റ് പറഞ്ഞ പോലെ തന്നെയാണ് സാമ്പിളിൽ സംഭവിച്ചത്. 5 മണിക്ക് നമ്മളോട് കൗണ്ടർ അടയ്ക്കാൻ പറഞ്ഞു. ഇവിടുത്തെ പോലീസുകാർ കൗണ്ടറിൽ കയറിയിട്ട് അത് അടപ്പിച്ചു. അതിനുശേഷം നമ്മൾ 8:45 ടിക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു. ടിക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് 9:45 വരെ നമ്മൾ ടിക്കറ്റ് കൊടുത്തു വെടിക്കെട്ടിന് ശേഷം. അത് കഴിഞ്ഞ് 9:45 ടിക്കറ്റ് കൊടുത്തിട്ട് എക്സിബിഷൻ കണ്ടുവരുമ്പോഴേക്കും മിനിമം ഒരു 1.5 മണിക്കൂർ വേണം. 10 മണിക്ക് പോലീസ് ഇവിടുത്തെ ചാർജുള്ള പോലീസുകാർ അവിടെ കയറി കടകൾ അടപ്പിച്ചു. അപ്പോൾ അന്ന് നമുക്ക് ഭീമമായ നഷ്ടം ഉണ്ടായേ. ഒരു 15 ലക്ഷം രൂപയുടെ നഷ്ടം ആ ഒരു ദിവസം ഉണ്ടായി. പിന്നെ പൂരം ദിവസം 3 മണിക്കുള്ള വെടിക്കെട്ടിന് 10 മണിക്ക് നമ്മളെ കൊണ്ട് ഇത് അടപ്പിച്ച് ഇവിടുത്തെ ആളെ ഒഴിപ്പിക്കണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ കളക്ടറും ഇവിടെ ബിന്ദു മിനിസ്റ്ററും രാജ മിനിസ്റ്ററും കളക്ടറെ വിളിച്ചിരുന്നു. ഞങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടനെ വിളിച്ചിരുന്നു. അവർ 12 മണി വരെ ടിക്കറ്റ് കൊടുത്തോളം കളക്ടറും 2 മിനിസ്റ്റർമാരും പറഞ്ഞിട്ടും 10 മണിക്ക് പോലീസ് വന്ന് ബലമായി ആളെ ഒഴിപ്പിച്ചു. ഇപ്പോൾ ചോദിക്കുമ്പോൾ പറയണത് കമ്മീഷണർ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞത്. നമുക്കിപ്പോൾ നമ്മളോട് കമ്മീഷണറെ വിളിക്കാനാ പറഞ്ഞത്. നമുക്ക് അതിനുള്ള അധികാരോ ഇതൊന്നുമില്ല. സത്യാവസ്ഥ നമുക്കറിയില്ല. അതെ, അതുമായി ബന്ധപ്പെട്ട് അതായത് ഈ പ്രദർശനമാണ് പൂരത്തിന്റെയും അതുപോലെ മറ്റ് ചിലവുകളെല്ലാം വഹിക്കുന്നത്. തീർച്ചയായിട്ടും 2 ദേവസ്വങ്ങൾക്കും പൂരത്തിന്റെ ഏകദേശം ഒരു ദേവസ്ഥത്തിന് ഒരു 2.5 കോടി ടു 3 കോടി രൂപ എക്സ്പെൻസ് വരും പൂരം നടത്താൻ. അതിൻ്റെ എക്സ്പെൻസ് കംപ്ലീറ്റ് മീറ്റ് ചെയ്യുന്നത് എക്സിബിഷൻ എക്സിബിഷനിൽ വരുന്ന വരുമാനം കൊണ്ടാണ് 2 പൂരം ഇത്ര ഭംഗിയായി നമുക്ക് നടത്താൻ പറ്റുന്നത് 2 ദേവസ്വങ്ങൾക്കും. അതിന് പുറമെ പൂരത്തിനോടനുബന്ധിച്ച് വരുന്ന മറ്റു ചെലവുകൾ, അതായത് പോലീസ് ബാരിക്കേഡ്, പോലീസ് കൺട്രോൾ റൂം, VIP പവലിയൻ, പ്രസ് ഗാലറി, CCTV, ഫുഡ്, ഉദ്യോഗസ്ഥന്മാർക്കുള്ള ഫുഡ്, ഇതെല്ലാം അടക്കം ഒരു 45 ലക്ഷത്തിലധികം രൂപ നമ്മൾ എക്സിബിഷൻ കമ്മിറ്റിയിൽ നിന്ന് ഡയറക്റ്റ് പേ ചെയ്യുന്നുണ്ട്. ഈ പൂരം ദിവസം നമ്മൾ ടിക്കറ്റ് 10 മണിക്ക് ക്ലോസ് ചെയ്ത് അപ്പോൾ ഉള്ളിൽ കയറിയവർക്ക് വരെ എക്സിബിഷൻ കാണാൻ സൗകര്യം ഉണ്ടാക്കി കൊടുത്തില്ല. കാരണം എന്താ വെച്ചാൽ കുറച്ച് കഴിയുമ്പോഴേക്കും അടയ്ക്കാൻ പറഞ്ഞു. സ്റ്റോളുകളിൽ കയറിയിട്ട് നമ്മുടെ അനുമതിയോ ഓഫീസിൽ ഇവിടെ എല്ലാവരും ഇരിക്കുന്നുണ്ട്, എല്ലാ ഭാരവാഹികളും ഉണ്ടാവും. നമ്മുടെ അടുത്ത് സമ്മതം ചോദിക്കാതെ അവർ കയറി അടയ്ക്കാൻ പറഞ്ഞു. അത് കാരണം നമുക്ക് അന്നത്തെ നഷ്ടം എന്ന് പറഞ്ഞാൽ ഒരു 20 ലക്ഷത്തിൽ കൂടുതലാണ്. ഒരു ആവറേജ് പറയുകയാണെങ്കിൽ ഒരു 35 ലക്ഷം രൂപ നമുക്ക് മിനിമം, ആവറേജ് അല്ല മിനിമം നമുക്ക് നഷ്ടപ്പെടേണ്ടി വന്നിട്ടുണ്ട്.
ഇത് എന്താണ് ഇതുവരെ ഇല്ലാത്ത ഒരു കാര്യമാണ്. സാധാരണ നമ്മൾ 1 മണിക്കാണ് പൂരം ദിവസം നമ്മൾ സ്വയം ക്ലോസ് ചെയ്യണതാണ്. കാരണം പിന്നെ വരുന്ന ക്രൗഡ് ഡീസൻറ്റ് ക്രൗഡായിരിക്കില്ല. അതുകൊണ്ട് സ്വയം നമ്മൾ ക്ലോസ് ചെയ്യണതാണ്. പക്ഷേ ഇത് 12 മണി വരെ കളക്ടറും ബിന്ദു മിനിസ്റ്ററും രാജ്യ മിനിസ്റ്ററും പറഞ്ഞിട്ടും നമ്മളെ 10 മണിക്ക് ബലമായി ഇത് ക്ലോസ് ചെയ്യിപ്പിച്ചു. എന്തായാലും ഈ പൂരത്തിന് പോലീസിന്റെ ഒരു അനാവശ്യ നിയന്ത്രണം അത് ഉണ്ടാക്കിയ നഷ്ടം ചെറുതൊന്നും അല്ല. അനാവശ്യ നിയന്ത്രണമാണോ നമുക്കറിയില്ല. എന്താണെങ്കിലും പൂരം എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് പോലീസ് ചിലപ്പോൾ നല്ലതിനെ ആയിരിക്കാം. എന്തായാലും അതുകൊണ്ട് പൂരത്തിന് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇത് തന്നെയാണ് പോലീസ് ഈ പ്രദർശന നഗരിക്ക് ഉള്ളിലേക്ക് കയറി വന്നു. എന്നാൽ ഇവിടെ ഒരു കമ്മിറ്റി ഉണ്ട്, ആ കമ്മിറ്റി ഓഫീസുണ്ട്, അതിൻ്റേതായിട്ടുള്ള ചുമതലപ്പെട്ടവരുണ്ട്. എന്നാൽ അവരോടൊന്നും തന്നെ സംസാരിക്കാതെ ഈ കടകൾ അടപ്പിക്കാൻ ശ്രമിച്ചതാണ്. ഈ കടകളുടെ ഈ സ്റ്റോളുകളിലൊക്കെ ഉടമസ്ഥരും ഈ പോലീസുമായി ഈ വാക്ക് തർക്കമുണ്ടായി. കാരണം ഇത്തരത്തിൽ ഒരു സമയം കൃത്യമായും പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ. ഈ പൂര ദിവസം എത്ര മണിക്കാണ് അടയ്ക്കേണ്ടതെന്നും സാമ്പിൾ ദിവസം എത്ര മണിക്കാണ് അടയ്ക്കേണ്ടതെന്നും ഒക്കെ നേരത്തെ ഈ യോഗങ്ങളിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ അതിനൊക്കെ വിരുദ്ധമായിട്ടാണ് പോലീസ് ഇടപെട്ടിട്ടുള്ളത്. എന്തായാലും മുഴുവനായും പൂരത്തിന് മുഴുവനായും പോലീസിന്റെ ഒരു ഇടപെടൽ അത് പ്രദർശനത്തിനും ഇത്തരത്തിൽ സംഭവിച്ചു എന്നുള്ള കാര്യം തന്നെയാണ് ഭാരവാഹികളും അതോടൊപ്പം തന്നെ ഈ സ്റ്റോളുകളുടെ ഉടമകളും വ്യക്തമാക്കുന്നത്. മനോജ്, മുൻകൂട്ടി അനുവാദം വാങ്ങിയ ഈ പ്രദർശനം ഇത് നിർത്തിവെക്കാൻ ഏതു സാഹചര്യമാണ് ഉണ്ടായത്? ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തലത്തിലുള്ള പ്രതികരണം വന്നിട്ടുണ്ടോ? പോലീസിന്റെ ഭാഗത്തു നിന്നും ഇത് കമ്മീഷണറുടെ ഉത്തരവാണ് എന്നുള്ള നിലയിലായിരുന്നു ഒരു പ്രതികരണം. കാരണം ഈ ഗ്രീൻ സോണിലാണ് ഈ പ്രദർശന നഗരിയുള്ളത്. പ്രദർശനം എല്ലാ വർഷവും ഈ സ്ഥലത്ത് തന്നെയാണ്. അതായത് പാറമേക്കാവ് ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തായി ആ ഗോപുര നടയ്ക്ക് സമീപമായിട്ടാണ് ഈ പ്രദർശന നഗരിയുള്ളത്. ഇവിടേക്ക് നിരവധി ജനങ്ങളാണ് പൂര ദിവസം നിരവധി ജനങ്ങളാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. മനോജ്, മുൻകൂട്ടി അനുമതി വാങ്ങിച്ച ഈ പൂര പ്രദർശനത്തിന് ടിക്കറ്റ് എടുത്ത നിരവധി ജനങ്ങളുണ്ട്. അവരെല്ലാം നിരാശയോടെയാണ് മടങ്ങിയിരിക്കുന്നത്. അവരുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ടോ? ഏത് തരത്തിലാണ് ഈ പോലീസിന്റെ നീക്കത്തോട് അവർ പ്രതികരിക്കുന്നത്? തീർച്ചയായും ഈ ഒരു പൂര പ്രദർശനം കാണുവാൻ വേണ്ടി നിരവധി പേരാണ് ഈ ടിക്കറ്റ് എടുത്ത് ഇതിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത്. ആദ്യം ഈ ടിക്കറ്റ് കൗണ്ടർ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോലീസുകാരെത്തി ആദ്യം പറഞ്ഞത്. പിന്നീട് മറ്റൊരു ദിവസം ഈ പൂര ദിവസം തന്നെ ഉള്ളിലേക്ക് പ്രവേശിച്ച് കടകൾ അടപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതായത് നിരവധി പേരാണ് ഈ സ്റ്റോളുകൾ, അതായത് ഓരോരുത്തരും ഈ സ്റ്റോളുകൾ ഇടുവാൻ വേണ്ടി മാസങ്ങളായിട്ടുള്ള അവരുടെയൊക്കെ പ്രയത്നമാണ്, അതുപോലെ തന്നെ ഇരു ദേവസ്വങ്ങളുടെയും പ്രയത്നമാണ് ഈ ഒരു പൂര പ്രദർശനം നടത്തുക. നേരത്തെ ഒക്കെ തന്നെ തറവാടകയുമായി ബന്ധപ്പെട്ട് കൊച്ചിൻ ദേവസ്വം ബോർഡുമായി ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ പരിഹരിക്കപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം കൂടിയായിരുന്നു. അതിനുശേഷം പൂര ദിവസവും സാമ്പിൾ വെടിക്കെട്ട് നടന്ന ദിവസവും ഒക്കെ പോലീസുകാരെത്തി ഇത്തരത്തിലൊരു കൗണ്ടറിനുള്ളിലൊക്കെ കയറി ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് വളരെ വിഷമമുണ്ടാക്കി എന്ന് തന്നെയാണ് ഭാരവാഹികളും വ്യക്തമാക്കുന്നത്. കാരണം ഈ അവർക്കുണ്ടായ നഷ്ടം അത് ചെറിയ നഷ്ടമല്ല. ഓരോ ചെലവുകളും വഹിക്കുന്നത് ഈ പ്രദർശന കമ്മിറ്റിയാണ്. അതുകൊണ്ട് തന്നെ പൂരത്തിന്റെ ചടങ്ങുകളിലെ ഈ സമയക്രമങ്ങൾ തെറ്റിയത് അത് പോലീസിന്റെ ഒരു അനാവശ്യമായിട്ടുള്ള ഇടപെടൽ കൊണ്ടാണ്. അതിനുശേഷം ഈ പ്രദർശനത്തിലും പോലീസിന്റെ ഇടപെടൽ ഉണ്ടായി എന്നുള്ള കാര്യമാണ് വളരെ വിഷമത്തോടു കൂടി തന്നെയാണ് ഓരോരുത്തരും പങ്കുവയ്ക്കുന്നത്. ഈ സ്റ്റോളിന്റെ ഉടമകളും അവരും പങ്കുവയ്ക്കുന്നത് തന്നെയാണ്. ബലമായി ഞങ്ങളോട് ഈ സ്റ്റോളുകൾ അടയ്ക്കുവാൻ പറഞ്ഞു എന്നുള്ള കാര്യം തന്നെയാണ്. ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തത് തന്നെയാണ്. കാരണം ഈ പതിവില്ലാത്ത സംഭവം, ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. പ്രദർശന നഗരിക്കുള്ളിലേക്ക് പോലീസ് കയറി ഇത്തരത്തിലൊരു അതിക്രമം, അതായത് ഈ കടകൾ ബലമായി അടപ്പിക്കുന്ന സംഭവം ഉണ്ടായിട്ടില്ല. ഇതെന്താണ് ഇപ്രാവശ്യം സംഭവിച്ചത് എന്ന് മനസ്സിലാകാത്ത തരത്തിലാണ് ഈ പൂര പ്രദർശന കമ്മിറ്റിയിലുള്ളവരൊക്കെ തന്നെ വ്യക്തമാക്കുന്നത്. കാരണം എന്താണ് ഇതിന്റെ പിന്നിലെന്ന് അവർക്ക് അറിയില്ല. പക്ഷേ സംഭവം ഉണ്ടായ ദിവസം തങ്ങൾ പ്രതികരിച്ചിരുന്നു. എന്നാൽ അതിനൊക്കെ വഴങ്ങാൻ പോലീസ് തയ്യാറായില്ല എന്നുമാണ് വ്യക്തമാകുന്നത്. മനോജ്, വലിയ നഷ്ടമാണ് ഈ സ്റ്റോൾ ഉടമകൾക്കെല്ലാം വന്നിരിക്കുന്നത്. ഇവർ ഏതെങ്കിലും തരത്തിൽ നിയമപരമായ പരാതിക്കായി നീങ്ങുന്നുണ്ടോ? അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ അറിയാൻ സാധിക്കുന്നുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് ദേവസ്വം ഭാരവാഹികളോടുകൂടി സംസാരിച്ചിട്ട് എന്താണ് മുന്നോട്ടുള്ള നടപടി എന്നുള്ള കാര്യം അവർ സ്വീകരിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഓഫീസ് സംവിധാനം നിലവിലുള്ള ഒരു പ്രദർശന കമ്മിറ്റി, ആ കമ്മിറ്റിയോട് അനുവാദം ചോദിക്കാതെ അല്ലെങ്കിൽ അവരോടൊന്ന് സംസാരിക്കാൻ പോലും തയ്യാറാവാതെ പോലീസ് എന്തിനിങ്ങനെ ചെയ്തു എന്നുള്ള കാര്യമാണ് അവർ ചോദിക്കുന്നത്. അതിൻ്റെ ആവശ്യം എന്താണ് എന്നുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ ഗ്രീൻ സോൺ ആണ് പ്രത്യേകം എടുത്തു പറഞ്ഞ കാര്യം കൂടിയാണ്. ഗ്രീൻ സോൺ ആയിട്ടുള്ള
പ്രദേശത്താണ് ഈ പൂരനഗരി സ്ഥിതി ചെയ്യുന്നത്. എന്നിട്ടും എന്തിന് ഈ വെടിക്കെട്ട് സമയത്ത് ഇത്തരത്തിലൊരു വെടിക്കെട്ട് നടക്കുന്ന ദിവസം ആ സമയത്തെന്ന് പോലുമല്ല, സ്വാഭാവികമായും ആ സമയത്ത് ഈ പ്രദർശനം അത് അവർ സ്വയമേ തന്നെ നിർത്തുന്നതാണ്. എന്നാൽ അതിനു മുമ്പേ തന്നെ എന്തിന് ഇത്തരത്തിലൊരു പ്രവൃത്തി പോലീസ് ചെയ്തു എന്നുള്ള കാര്യം തന്നെയാണ്. ഗ്രീൻ സോണിലായിരിക്കുമ്പോൾ പൂരം ഈ വെടിക്കെട്ട് നടക്കുന്ന സമയത്ത് പോലും ഇവിടെ യാതൊരു പ്രശ്നവുമില്ല. അതോടൊപ്പം തന്നെ ഈ സാമ്പിൾ വെടിക്കെട്ട് നടക്കുമ്പോൾ ഈ അമിട്ട് കൂടി പൊട്ടിയതിന് ശേഷം മാത്രമേ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ തുടങ്ങാവൂ എന്നുള്ള കാര്യം പോലീസ് പറയുന്നു. എന്നാൽ അത് അമിട്ട് പൊട്ടുന്നതൊക്കെ വെളുക്കുവോളം, അതായത് നേരം വെളുക്കുവോളം ആ അമിട്ടൊക്കെ അവിടെ പൊട്ടും. എന്നാലും എല്ലാ വർഷവും പ്രദർശനം നടക്കുന്നത് കൃത്യമായിട്ടുള്ള സമയക്രമം പാലിച്ചുകൊണ്ടാണ്. ആ സമയക്രമത്തിലും മാറ്റം വരുത്തേണ്ടതായി വന്നു. പകുതി വഴിയിൽ ഈ പ്രദർശനത്തിന്റെ കൗണ്ടറുകൾ അടയ്ക്കേണ്ടതായി വന്നു. കടകൾ അടപ്പിച്ചു. ഇതൊക്കെ തന്നെയാണ് ഇത്തരത്തിൽ പോലീസിനെതിരെ ഉയർന്ന ആരോപണവും.